നന്ദിനി മാഡം വരൂ, ലോക്കർ ഓപ്പൺ ചെയ്യാം. ശരി. അതെന്ത് മര്യാദകട കാണിക്കുന്നത്? ഞങ്ങളല്ലേ ആദ്യം വന്നത്. ഒരു പന്തിയിൽ 2 തരം സദ്യ വേണ്ട സാറേ. ഇവർക്കിവിടെ നിലവിൽ ലോക്കർ ഉള്ളതാ. നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്നല്ലേ ഉള്ളൂ. അതൊന്നും പറ്റില്ല. എന്ത് കാര്യത്തിനും അതിൻ്റെതായൊരു നീതി വേണം. ഈ അമ്മ ആകെ കുഴപ്പിക്കുമല്ലോ. ഇവർക്കെന്നെ പിടിച്ചു കൊടുക്കുമോ ദൈവമേ? ഞങ്ങളെ ആദ്യം വിളിക്കണം. ഏതോ കുറുക്കമൂലെന്ന് വന്നൊരു കച്ചറ തള്ളയാണല്ലേ കളവി. വഴക്കുണ്ടാക്കണ്ട, അമ്മയെ ആദ്യം വിളിക്കും. സർ, ഇവരുടെ കഴിഞ്ഞിട്ട് മതി ഞങ്ങളുടെ ഇടപാട്. എങ്കിൽ വരൂ. വാ മോളെ, വരൂ. മണിയമ്മയുടെ ലോക്കറിന്റെ കീ തരും. ഇത് നിങ്ങളുടെ കയ്യിലിരിക്കേണ്ട നിങ്ങളുടെ ലോക്കറിന്റെ കീ ആണ്. ഇതിന്റെ മാസ്റ്റർ കീ ഞങ്ങളുടെ കയ്യിലുണ്ടാവും. ശരി സാർ. ഇതാ. മോള് കൊണ്ടിയെന്ന് വെച്ചാൽ മതി. ശല്ലേ. വരൂ. നിന്റെ ഈ നന്മമരം കളിയാ എല്ലാത്തിനും കുഴപ്പം. ഒരു കാര്യമില്ല. അതെ, നിങ്ങളുടെ വീട് എവിടെ? ഹനുമാൻകുന്ന്. ആ കുട്ടി അമ്മയുടെ മകളാണോ? അതെ, എന്റെ മോളാ. അതെ, ആ കൊച്ചിന്റെ മാസ്കും വെച്ച് തലേ തുണിയിട്ട് നടക്കുന്നേ. അതിന് വല്ല ജലദോഷം മറ്റോ കാണും. എന്റെ മോളെന്ന് പറഞ്ഞാലേ ഞാൻ പ്രസവിച്ച മോളല്ല, ദൈവം എനിക്ക് തന്ന എന്റെ പൊന്നു മോളാ. അപ്പൊ ഇത് സമ്മാന മകളാണോ? എന്റെ ദൈവമേ, ഈ ലോകത്ത് സമ്മാന മകളും വളർത്തമ്മമാരും മാത്രമേ ഉള്ളൂ. എന്റെ മോളെ എനിക്ക് വളരെ അവിചാരിതമായി കിട്ടിയതാ. ആ കഥ ഞാൻ പറയാം. അതായത് ഒരു ദിവസം അത് പിന്നെ ഞാൻ വേഗം വാ, സമയമായി. എന്താ മോളെ? ആ പോയ കുട്ടി വളരെ പരിചയമുള്ള. നന്ദിനിമോൾ വരാൻ ഒത്തിരി വൈകുമോ? ഇത്തിരി വൈകും. കൃഷ്ണപുരം ബ്രാഞ്ചിലല്ലേ അവളുടെ ലോക്കർ. അച്ഛനും അമ്മയ്ക്കും നമോ നമസ്കാരം. 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 ഇരിക്കെ. അതെ, ഓർഫനേജിലെ ആ പഴയ പരിചയക്കാരിയാണ് നോക്കുന്നതെങ്കിൽ ഇവിടെ ഇല്ല. അവള് ബാങ്കിൽ പോയിരിക്കെ. ഓ, സാധാരണ ഞാനിവിടെ വരുമ്പോ കാണാറുള്ളതാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. കമ്പനി കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ അതിനല്ല ഞാനിവിടെ ടൗണിൽ താമസം മാറ്റിയിരിക്കുന്നതന്നെ. ഞാൻ ഇപ്പൊ വന്നത് വേറൊരു കാര്യം പറയാനാ. എന്താ ഗിരി? അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഹോട്ടലിൽ താമസിക്കേണ്ട, എനിക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കാന്ന്. പിന്നെന്താ, ഞാനത് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. ഞാനത് ആലോചിച്ചു അമ്മേ. ബിസിനസ് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതെന്തുകൊണ്ടും എനിക്ക് സൗകര്യ. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ 100 സമ്മത. ഞങ്ങൾക്ക് സന്തോഷ. അല്ല രാജലക്ഷ്മി, ഗിരിയെ ഇവിടെ എവിടെ താമസിപ്പിക്കും? മോൻ വാ. ഇവളെന്ത് ഭാവിച്ച എന്റെ ദൈവമേ. എന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നു പോകുന്ന വേദന. ഒന്നെ മൈഥിലിയെ പോലെ ഇരിക്കുന്നല്ലോ. ഇവിടെ എന്തോന്ന് വായി നോക്കി നിൽക്കുക. മൈഥിലി തന്നെ ആയിരിക്കോ? ദേ പെണേ, നിങ്ങൾ വെറുതെ സമയം കളയുവാണേ. ലോക്കറിൽ നിന്ന് സ്വർണ്ണം എടുക്കാൻ അവര് വിളിക്കുന്നു. ഒന്ന് വേഗം വരാവോ? എനിക്ക് വേറെ പണിയുണ്ട്. ചുമ്മാ മെനക്കെടുത്താ നിൽക്കുന്നു.
ദൈവമേ, വർഷങ്ങളായുള്ള എൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേട്ടല്ലോ. അമ്മ എന്നെ നോക്കി ഇങ്ങോട്ട് വരിക. എൻ്റെ ഈശ്വര, നിന്നോട് ഞാൻ എങ്ങനെ നന്ദി പറയും? ആ ഗിരി, കേറി നോക്ക്. ഇതാണ് ചെമ്പകമംഗലത്തിന്റെ ഔട്ട് ഹൗസ്. ഇവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഗിരിക്ക് ഇവിടെ താമസിക്കും. ഓക്കെ. അമ്മ എൻ്റെ ഹൃദയം കീറി നോക്കിയാണ്. എനിക്ക് സഹിക്കാൻ പറ്റണില്ല. എങ്ങനെയുണ്ട് ഗിരി? എനിക്ക് ഇവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അമ്മേ. എനിക്ക് സന്തോഷം. ഗിരിക്ക് ഇവിടെ താമസിക്കാം. ഞാൻ എന്റെ മൂത്ത മകന്റെ സ്ഥാനത്താ നിന്നെ കാണുന്നേ. അങ്ങനെ തന്നെ കാണണം. അനാഥനായി വളർന്ന എനിക്ക് അമ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉള്ളു നിറയാ. ആ മനസ്സിലൊരു വിതുമ്പൽ പോലെ. ഹാ, മനുഷ്യർക്കെന്നല്ല എല്ലാ ജീവികൾക്കും അമ്മയെന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ ഒരു ലോകം തന്നെയാ. പക്ഷേ ചില മക്കൾക്ക് നമ്മളെ കണ്ണീര് കുടിപ്പിക്കുന്നത് ഒരു വിനോദം. ആ ഗിരി വരൂ. ആ ജയറാം, ഇനിയിപ്പോ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇങ്ങോട്ട് ഞാൻ പിടിക്കാം. വാ പോവാ. ഏയ് സാവിത്രി, അതെ, നമ്മുടെ അടുത്തിരുന്ന ആ സ്ത്രീ അവരുടെ സ്ഥലപ്പേര് പറഞ്ഞല്ലോ. എന്തായിരുന്നു സാവിത്രി? ഞാൻ കണ്ട അലവലാദികളുടെ സ്ഥലപ്പേര് വീട്ടുവരെ ഒന്നും ഓർത്ത് വെക്കാറില്ല. ഒന്ന് വരുന്നുണ്ടോ വേഗം? കൊണ്ടവന്റെ അഡ്രസ്സും ആലോചിച്ചോണ്ട് നിൽക്കുവോ? സർ, ഇവിടെ ഞങ്ങളുടെ കൂടെ ഇരുന്ന ആ സ്ത്രീയുടെ അഡ്രസ് ഒന്ന് തരാവോ? പിന്നെന്താ? ഓ, നിങ്ങളൊന്ന് വരുന്നുണ്ടോ? എനിക്ക് വേഗം പോണം. അത് സാവിത്രി ഈ കാറിൽ പോയിക്കോളൂ, ഞാൻ പുറകെ വീട്ടിലേക്ക് എത്തിക്കോളാം. ആ ശരി. ദേ, ആഭരണപ്പെട്ട് ഞാനങ്ങ് കൊണ്ടുപോവാ. അതെന്താ, ഞാൻ കൊണ്ടുവന്ന പോരെ? അതിന്റെ കാര്യമൊന്നുമില്ല. ഏതായാലും ഇത് കാർത്തിക്ക് കൊടുക്കാനുള്ളതല്ലേ. തന്നെയുമല്ല, ഇതേ തറവാട്ടിലെ പരമ്പരാഗത സ്വർണങ്ങളാ. അതിൽ നിനക്കെന്ത് കാര്യം? പോകാമേ. ഇന്ദ്രജ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം. ഇവരെന്താ ഫോൺ എടുക്കാത്തത്? ഒന്നുകൂടെ വിളിച്ചു നോക്കാം. എന്തൊരു കഷ്ടോ. അതെ, ഹനുമാൻ കുന്ന് വരെ പോണായിരുന്നു. പോവാം. അവളെ കാണുന്നില്ലല്ലോടാ.
വരും, വരാതെ എവിടെ പോവാനാ? ആ കാറാണെന്ന് തോന്നുന്നു. എന്താ? ആരാ? എന്ത് വേണം? നിങ്ങൾ ആരാ? ഇറങ്ങടി, അയ്യോ, ഇങ്ങോട്ട് വാടി. അയ്യോ, എടാ വിട്, പെട്ടി എടുക്ക്. വാടി, ഒരു കാര്യം രക്ഷിക്ക്. അയ്യോ. ഓടി, അയ്യോ, എന്റെ പെട്ടി, എന്റെ പെട്ടി. അയ്യോ, അമ്മേ. എന്റെ തല. അമ്മേ. അയ്യോ, എന്റെ പെട്ടി. അയ്യോ, എന്റെ തല. അമ്മേ, എന്റെ പെട്ടി. അയ്യോ. സ്വർണം കൊണ്ടുവന്ന് ലോക്കറിൽ വെച്ചോ? വെച്ചു. അത് ബാങ്കിലെ ലോക്കറിൽ വെച്ചപ്പോൾ നിനക്ക് സമാധാനമായി കാണുമല്ലോ അല്ലേ? സമാധാനമായി. കാരണം നിന്റെ കണ്ണ് അതിൽ വീണപ്പോ മുതല് എനിക്ക് ടെൻഷനായിരുന്നു. അതൊരു പാവം അമ്മയാ. അവരെ ചതിച്ച ദൈവം വെറുതെ വിടില്ല. ആ, ഇനി അതെന്തോ ആട്ടെ. ഇനി അതിൻ്റെ പേരും പറഞ്ഞ് നമ്മൾ തമ്മിൽ ഒരു തർക്കം വേണ്ട. കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തിയത് എൻ്റെ ബുദ്ധിമോശം. അല്ല, നിന്റെ അമ്മയോടെ? അമ്മ വരുന്ന വഴി കടയിൽ കയറി. ഞാൻ ഇങ്ങോട്ട് വന്നു കയറിയതേ വലിയ ടെൻഷനോടെയാ. എന്താ, എന്തു പറ്റി? എടാ, ഒരു അബദ്ധം പറ്റി. അബദ്ധം പറ്റിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതെന്ത് അബദ്ധമാണെന്നാ ചോദിച്ചേ? എടാ, ബാങ്കിൽ വെച്ച് ഞാൻ ആ ദേവമ്മയും എന്റെ പഴയ അമ്മായിയമ്മ സാവിത്രിയും കണ്ടു. അല്ല, നീ അവരെ കണ്ടു എന്നല്ലാതെ നിന്നെ അവർ കണ്ടോ? ദേവമ്മ എന്നെ കണ്ടിട്ടുണ്ട്, ഉറപ്പാ. ചതിച്ചല്ലോ ദൈവമേ. നിന്നെ ആ സ്ത്രീ കണ്ടിട്ടുണ്ടെങ്കിൽ അവര് തീർച്ചയായിട്ടും നിന്റെ പിന്നാലെ ഉണ്ടാവും. അവരെന്തായാലും ആ കാർത്തിയെ മീനാക്ഷിയെ അറിയിക്കും. എല്ലാ പടകളും കൂടി ഒരുമിച്ച് ഇങ്ങോട്ടായിരിക്കും വരിക. ദൈവമേ, ഇനി എന്താ ചെയ്യുക? അല്ല വൈശാഖേ, ഈ വീട് അവരെങ്ങനെ കണ്ടുപിടിക്കാനാ? എന്റെ മൈഥിലി ബാങ്കിൽ ചോദിച്ചാൽ അവരിവിടത്തെ അഡ്രസ് കൊടുക്കില്ലേ? എന്ത് ചെയ്യൂടാ? ഉടനെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ. എന്താ വേണ്ടതെന്നാ?
എവിടെയാ മാഡം? ഇവിടെ എവിടെയോ ആണ്. ദേ ആ ഇടത്തോട്ടുള്ള റോഡ്. ആകെ പ്രശ്നമായല്ലോടി. ദേ നോക്ക്, അവരാ വരുന്നത്. ആ നന്ദിനി ചതിച്ചല്ലോ. ചതിക്കപ്പെടാനായിട്ട് നിന്നു കൊടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അമ്മയാണല്ലോ. ആ അമ്മ. മോളെ, നീ എവിടെയാ? ഞാനിവിടെ അടുത്ത്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? അതല്ല മോളെ, സ്വർണമായിട്ട് വന്ന നമ്മുടെ സാവിത്രിയെ ആരൊക്കെ കൂടി ആക്രമിച്ചു. എന്നിട്ട് അവളിപ്പോ ഹോസ്പിറ്റലിലാ. മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ, ഞാൻ വേഗം വരാം. അവരിങ്ങോട്ട് തന്നെയാ നോക്കുന്നത്. എന്ത് ചെയ്യും? അവരെന്തായാലും നമ്മളെ കണ്ടെത്തി. പിടികൊടുക്കുക അല്ലാതെ വേറെ ഒരു നിവൃത്തിയുമില്ല. നമുക്ക് തിരിച്ചു പോവാം. എന്താ മാഡം? വീട്ടിലൊരു അത്യാവശ്യമുണ്ട്. അല്ല, അവരെന്താ ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പോയേ? സകല ദൈവങ്ങളെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്തായാലും അവരെ ഈ വീട് കണ്ടെത്തിയെന്നാ തോന്നുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് മുങ്ങുക തന്നെ. നമ്മളെ അവര് കണ്ടെത്തിയിട്ടില്ല. വെരി ഗുഡ്. എനിക്ക് സന്തോഷായി. ദേ, ആദ്യമായിട്ടാ നിങ്ങളെ കൊണ്ടൊരു കാര്യത്തിന് പ്രയോജനമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. കൊട്ടേഷനുകൾ അങ്ങനെയാണല്ലോ മാഡം. എല്ലാം സക്സസ് ആവണമെന്നില്ലല്ലോ. നമ്മുടെ വശത്തിനൊത്ത് എതിരാളികളെ കിട്ടിയില്ലെങ്കിൽ ആ ഓപ്പറേഷൻ പരാജയപ്പെടും. പിന്നെ പോലീസിനെ നമുക്ക് നോക്കണ്ടേ? അല്ല, അവളുടെ കാര്യം എങ്ങനെ? ശരിക്കിട്ട് അവക്ക് കൊടുത്തോ ആ നന്ദിനിക്ക്? കൊടുത്തു മാഡം. അവളിനി 1 മാസത്തേക്ക് തലപൊക്കി നടക്കില്ല. ആ തരത്തിലാ ഞങ്ങൾ തല്ലിയത്. ഓ, എനിക്ക് ഇത് കേട്ടാ മതി. ഇതിൽ പരം മറ്റൊരു സന്തോഷം എനിക്ക് കേൾക്കാനില്ല. വയറങ്ങ് രാമേട്ടാ, എന്നെ ഒന്ന് പിടിച്ചിറക്കോ? കാർത്തി പിടിക്ക്.